നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ബോംബാക്രമണം തുടരുന്ന ഇസ്രായേൽ ഭരണകൂടം നിർണായക രഹസ്യ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ട്. ഗാസയിലെ പലസ്തീൻകാരെ പൂർണ്ണമായും കുടിയിറക്കുന്ന ചർച്ചയാണത്രേ നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റുകയാണ് ശ്രമം. ഇതിനുവേണ്ടി ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ ഭരണകൂടം ചർച്ച നടത്തിയെന്ന് ഇസ്രായേലി മാധ്യമം വാർത്ത നൽകി. ഇസ്രായേലിലെ പ്രമുഖ ഓൺലൈൻ പത്രമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ. ഇവരുടെ ഹീബ്രു വെബ്സൈറ്റായ ഇസഡ്മാൻ ഇസ്രായേലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുമായി ഇസ്രായേൽ രഹസ്യ ചർച്ച നടത്തിയെന്നാണ് വിവരം. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ 22,000-ലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് പുതിയ ചർച്ചകൾ. ആദ്യം തെക്കൻ ഗാസയിലും പിന്നീട് വടക്കൻ ഗാസയിലും വ്യാപകമായ ആക്രമണം നടത്തി വരികയാണ്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ ആക്രമണം നിർത്തിയിട്ടില്ല. 80% കെട്ടിടങ്ങൾ തകർന്നുവെന്നാണ് കണക്ക്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ഫ്ലാറ്റുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയെല്ലാം തകർന്നു. 20 ലക്ഷത്തിലധികം പലസ്തീൻകാർ താമസിക്കുന്ന പ്രദേശമാണ് ഗാസ. ഭൂരിഭാഗം പേരും ഇപ്പോൾ ഭവനരഹിതരായി.